അടുത്തത് പൂർണ്ണമാകും ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ എത്ര മണിക്ക് പറഞ്ഞു തീർത്തില്ല, എങ്കിൽ രണ്ടുമൂന്ന് കണ്ടിരിക്കണം. ആദ്യത്തത് ഭഗവാൻ കൃഷ്ണൻ ബാല്യകാലത്ത് ഗോകുലത്തിലായിരുന്നു. അവിടുന്ന് 12 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വൃന്ദാവനത്തിൽ വന്നു. 18 വയസ്സായപ്പോൾ വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ മധുരയിൽ പോയി അമ്മാവനെ കൊന്ന് വല്യപ്പനെ ജയിലിൽ മോചിപ്പിച്ച് അച്ഛനെ മോചിപ്പിച്ച് മധുരയെ മോചിപ്പിച്ചെടുക്കുകയാണ്. അപ്പോ ഭഗവാൻകൃഷ്ണ അപ്പനും എത്രത്തോളം ജയിലിൽ കിടന്നത്? 12 കൊല്ലം കൊണ്ടാണ് 8 മക്കളെ പ്രസവിച്ചത്. ഭഗവാന്റെ 8 മക്കളെ പ്രസവിച്ചത്. അത് കഴിഞ്ഞ് ഭഗവാൻ 18 വയസ്സായപ്പോഴാണ് ഭഗവാൻ നമുക്ക് കംസനെ കൊന്ന അപ്പനെ മോചിക്കുന്നത്. അതായത് ഭഗവാൻ കൃഷ്ണന്റെ അച്ഛനും ജയിക്കുന്നത് 30 വർഷമാണ്. 30 വർഷം ഡബിൾ ജീവന്റെ കൂടാകാണ്. അച്ഛനെ മോചിപ്പിച്ചു, അച്ഛനെ മോചിപ്പിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ അവിടുന്ന് ദ്വാരയിലേക്ക് പോയി. ഗോകുലത്തിൽ നിന്നും വൃന്ദാവനത്തിൽ പോയ ഭഗവാൻ ഒരിക്കൽ പോലും ഗോകുലത്തിൽ പോയില്ല, തിരിച്ചുപോയില്ല. വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ വന്ന ഭഗവാൻ ഒരിക്കൽ പോലും വൃന്ദാവനം തിരിച്ചുപോയില്ല. മധുരയിൽ നിന്നും ദ്വാരകയിൽ പോയ ഭഗവാൻ ഒറ്റ തവണ പോലും മധുരയിൽ തിരിച്ചുപോയില്ല. എന്താണ് ഭാവം നമ്മൾ പഠിപ്പിക്കുന്നത്? നമ്മൾ ഒരിക്കൽ നെവർ ലുക്ക് ടു ദ പാസ്റ്റ്. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നെ ടീച്ചർ ന്യൂലി അമ്മാവൻ ഞങ്ങളുടെ വസ്തു മുറികൾ പോയി പഠനത്തെ പറയുന്നത്. ലുക്ക് ടു ദ ഫ്യൂച്ചർ. ഒമർഖ്യാം റൂബിയാത്തിൽ പറയുന്ന പോലെ അൺബോൺ ടു ബോറോ വൈ തൊട്ടുകൊണ്ടാണ് സ്വീറ്റ്. അതാണ് ഭാവം പഠിക്കുന്നത്. പണ്ടേ പറഞ്ഞത് പലരും മറ്റേത് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. അതുകൊണ്ട് മുമ്പോട്ട് മാസം നമുക്ക് പോസിറ്റീവ് പ്ലാൻ ഇതൊന്നും പഠിപ്പിക്കാം. രണ്ടാമത് പറഞ്ഞാൽ ഗോവത്വം ഉയർത്തി. പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ കൈ പൊക്കിയാൽ കാണില്ല. ഇപ്പോൾ ഇന്നാളൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ വേറെ കുഞ്ഞുകളിൽ അക്കത്ത് ഗോവർദ്ധനം പൊക്കി വെച്ചിരിക്കുന്നവരുണ്ട്. ഞാനത് തിരിച്ചറിയും. എന്താണ് ഈ ഗോവർദ്ധനം? ഞാൻ പോയി ഗോവർദ്ധനം കാണാൻ. 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതിയുള്ള പർവ്വത നിരയാണ് ഈ ഗോവർദ്ധനം എന്ന് പറയും. ആ ഗോവർദ്ധനത്തിലെ ഒരാൾ ചെല്ലുമ്പോൾ പശുക്കൾ തിന്നാൻ തീറ്റില്ല, പുല്ലില്ല, ഓപ്പറേഷോട്ട്. അപ്പൊ എങ്ങനെ മഴ പെയ്യും? 2 മെതാണ്. ഒന്ന് അങ്കരാജ്യത്തിൽ മഴയില്ല. ഗോവ എന്ത് ചെയ്തു? കൃഷിക്ക് മുന്നിൽ കൊണ്ടുവന്നു. 40 ദിവസം യാഗം ചെയ്തു. അവസാനം മഴ പെയ്തു. പുറത്ത് മഴയാൾക്ക് കയറാൻ പറ്റും. പെണ്ണെന്താണെന്നറിയാത്ത തലേ കൊമ്പുള്ള കൃഷിക്ക് വളർത്തു മഴ കൊടുത്തു. ആരാണ് വളർത്തുന്നത്? ശ്രീരാമന്റെ 3 പെങ്ങൾ ശാന്ത. അതിനെക്കുറിച്ച് കഴിച്ചു. ഇത് ഒരു മെതാണ്. അപ്പം വിചാരിച്ചു ഈ 40 ദിവസം യാഗം ചെയ്യുന്ന ലക്ഷങ്ങളുടെ പൈസ അത് യാഗമാക്കുന്നില്ല. ഭഗവാൻ ഓപ്പോസിറ്റാണ്. ഈ മേലാൽ ഒരുത്തൻ ദേവേന്ദ്രനെ പൂജ ചെയ്തേക്കരുത്. നമ്മൾ അപ്പന്റെ വലിയപ്പന്റെ പറഞ്ഞു ചെന്നിട്ട് ദേവേന്ദ്ര ദേഷ്യം കാണിച്ചില്ല. ഒറ്റ മഴ. അവർ ഋഷി രോമാവം ചെയ്തൊരു മഴയാണ്. 40 ദിവസം യാഗം ചെയ്ത് മഴ പെയ്യില്ല. തിരിച്ചറിഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ ചെയ്തു. നെഗറ്റീവ് മഴ. ഞാൻ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ. ഒരു പോലീസുകാരുടെ ശല്യം. അവനെ മാറ്റം 2 തവണ DGP ലെറ്റർ എഴുതി ട്രാൻസ്ഫർ ചെയ്തില്ല. ഒരു മാസം ഞാൻ പണി ചെയ്തു. ഈ പോലീസുകാരില്ലാതെ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യില്ല. ഇവർ റിട്ടയർമെന്റ് പോലീസിൽ തന്നെ വെച്ചിരിക്കണം. അങ്ങനെ കിട്ടണം. അടിയാണ് എടുത്ത് വർഷമായി. ഞാൻ ഭാഗവത് വായിച്ചതുകൊണ്ടാണ് ഭാഗകൃഷ്ണ പണിയാണ് DGP വെച്ചുകൊണ്ട് മാറാൻ രീതിയിൽ മാറ്റിയത്. തിരിച്ചിട്ട് പോയ വെച്ച് ഇവൻ ഇല്ലെങ്കിൽ DGP വർക്ക് ചെയ്ത ഇവനെ റിട്ടയർമെന്റ് ട്രാൻസ്ഫർ ചെയ്തെന്ന് ചാപ്പടിയിൽപ്പെട്ടവനെ ട്രാൻസ്ഫർ ചെയ്യണം. ഇത് ഭഗവാൻകൃഷ്ണന്റെ പരിപാടിയാണ്. നെഗറ്റീവ് മഴ വെച്ച് ഭഗവാൻകൃഷ്ണന്റെ നിയമം 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതിയുള്ള മലയുടെ മണ്ടയിൽ വരുന്ന മുഴുവൻ വെള്ളവും 64 കുളങ്ങളുണ്ടാക്കിയ കുളത്തിൽ ശേഖരിച്ചു. ഒരു 64 കുളങ്ങളെ 64 സ്ക്വയർ കിലോമീറ്റർ മണ്ണിലേക്ക് ചാരി വിട്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെ 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം സമ്പൽ സമൃദ്ധമായ ഫലഭൂയിഷ്ടമായ കൃഷിഭൂമിയായി 1000 പശുക്കൾക്ക് വാഴാനെത്തുന്ന സ്ഥലത്ത് മാറ്റി. ഗോവത്തിനെ ഒപ്പിച്ചു എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഗോവത്തൻ. അല്ലാതെ വെറുതെ പൊക്കിയെന്ന് വെച്ചാൽ ഫിഗറേറ്റീവായിട്ട് പഠനമൊക്കെ നല്ല രസമാണ്. അപ്പൊ നമ്മൾ രാജ്യത്ത് ചെല്ലുമ്പോൾ ജനിച്ചുകൊണ്ട് വീടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചുകൊണ്ട് ആത്മഹത്യ ദേശമായിരിക്കാം, അല്ലെങ്കിൽ കൊല്ലം ജില്ലയാവാം. നമ്മൾ എവിടെ ചെല്ലുന്നു ആ സ്ഥലത്ത് നമ്മളാൽ കഴിയുന്നത് ചെയ്തിട്ട് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകണം. അപ്പൊ നമ്മൾ പഠിച്ചു തരാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ സൗകര്യം ഉണ്ടെങ്കിൽ ഗോവത്തം കാണണം. ഈ ഭഗവാൻ ഗോവത്തനത്തിൽ എങ്ങനെ ഉദ്ദേശിച്ചു നമുക്ക് മനസ്സിലാക്കണം. ഞാൻ ഗോവത്തിൽ മഴ പോയി കയറി. അവിടുത്തെ സ്വർണ്ണം പൂശിയൊരു ക്ഷേത്രം, ഒരു 100 മീറ്റർ താഴെ വെള്ളി പൂശിയൊരു ക്ഷേത്രം, പിന്നെ അതിന് താഴ്ന്ന ചെമ്പ് പൂശിയൊരു ക്ഷേത്രം,
പിന്നെ ഒരു ഇരുമ്പോണ്ടൊരു ക്ഷേത്രം, ഇങ്ങനെ 6 ക്ഷേത്രങ്ങൾ, 7ാമത്തെ ക്ഷേത്രം തടിയുള്ളൊരു ക്ഷേത്രം, താറ വന്നതും കളിമണ്ണുകൊണ്ട് മാത്രമൊരു ക്ഷേത്രം. ഞാൻ എന്തൊരു പരിപാടിയാണ് ദിവസമുള്ള പൂജാരി വിളിച്ചത്. അതിന് പൂജാരി വെച്ചോന്ന് ഈ കേരളത്തിൽ നിന്ന് എനിക്ക് സംശയം ബന്ധം. അദ്ദേഹം പറഞ്ഞു, സാറ് പൈലല്ലേ, തൊപ്പിയിൽ സാറ് കുറ്റങ്ങളൊക്കെ അതാണ് സ്വർണ്ണം പൂശിയ ക്ഷേത്രം. നാളെ സാറിനെ 5 സ്ഥാനത്ത് മാറ്റി വല്ല മാനേജിംഗ് ഡയറക്ടർ വല്ല അപ്രധാന കമ്മിറ്റിയുള്ളൂ, അതാണ് വെള്ളി പൂശിയ സ്ഥലം. അത് കഴിഞ്ഞ് സാറിന് ലീവ് എടുത്ത് വീട്ടിലേക്ക് വേറെ രോഗമുണ്ട്, അന്ന് ചെമ്പ് പൂശിയ സാധനം. കുറച്ച് കഴിഞ്ഞ് സാർ റിട്ടയറി ഒരുക്കണം സാറിനെ അപ്പം വിളിക്കുക. അതാണ് ഈ തടിയുണ്ടാക്കിയ ക്ഷേത്രം. പിന്നെ സാറ് ചാവും, ചത്തു കഴിഞ്ഞാലോ ചിലരെടുത്ത് വെച്ച് കത്തിക്കും. മനുഷ്യൻ മണ്ണാണ്, മനുഷ്യൻ മണ്ണായിട്ട് പോകണം. കളിമണ്ണുണ്ട് ക്ഷേത്രം. അപ്പോഴേ തനിക്ക് വരുന്നില്ല. ഞാൻ വീണ്ടും ഗോപനം കയറി ഓരോ ക്ഷേത്രവും എന്തെല്ലാം മന്ത്രമാണ് കുത്തിവെച്ചിരിക്കുന്നത്, ഭാഗവതത്തിൽ ഏത് ഭാഗമാണ് കുത്തിവെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു. അങ്ങനെ 8 ക്ഷേത്രം. രണ്ടാമതുണ്ട് താഴെ ഇറങ്ങി എനിക്ക് മനസ്സിലായി എന്താണ് ഗോവർദ്ധനം, മനുഷ്യന്റെ ജീവിതം എന്താണ്. അതാണ് ഗോവർദ്ധനോദ്ധാനം എന്ന് പറയുന്ന അത്ഭുതകരമായ സംഭവം. മൂന്നാമതായി ഭഗവാൻ 4 വിശ്വരൂപം കാണിക്കുക. ചെറുതിയുടെ പുസ്തകത്തിൽ ഉണ്ടാക്കി മണ്ണായിരുന്നു യശോദ വളർത്തമ്മ അറിയാൻ വഴിയ ഭഗവാൻ വാദം കാണിച്ചു, വിശ്വരൂപം കാണിച്ചു. യശോദ അമ്പലം പോയി. ഇത് വെറും കുട്ടിയല്ല, ഭഗവാനാണെന്ന് മനസ്സിലായി. രണ്ടാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. എപ്പോഴാണ്? യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഹസ്തപുരത്തിൽ പോയി. അവിടെ ദുര്യോധന സൈന്യങ്ങളുടെ പ്ലാനുണ്ട്. ഇവൻ പാണ്ഡവരുടെ കൂടെ കൂടിയ പ്രശ്നമാണ്. ഇതിനെ രാഷ്ട്രീയ ജയിലിട്ടാലോ RSM വന്ന സമയത്ത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. ദുര്യോധന ശബരി മലമത്ത് വിളിച്ചിരുന്നത് പേടിച്ചു, മലമത്ത് വിളിച്ചത്. മൂന്നാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. എവിടെയാണ്? ഭഗവത്ഗീതയെ. ഭഗവാനാണെന്ന് മനസ്സിലായ അദ്ദേഹം ചോദിച്ചു, ഭഗവാന്റെ ഒരിക്കൽ രൂപം കാണിച്ചാലോ? ഭഗവാനും അതിനാ നിനക്ക് ഞാൻ കപ്പാസിറ്റി ഒന്നും തോന്നുന്നില്ല, എങ്കിലും ഭഗവാൻ അതിൽ നിന്ന് ഷേപ്പാക്കി. 10ാമത്തെ 9-10 അധ്യായങ്ങൾ 11ാം അധ്യായത്തിൽ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അതിന് മെക്സിക്കോയിൽ ആദ്യത്തെ ആറ്റബോംബ് പൊട്ടിക്കുകയാണ്. ഓപ്പൺ ഹ്യൂമറാണ് ശാസ്ത്രജ്ഞൻ. ആറ്റബോംബ് പൊട്ടുന്നത് ഇവർ 8 കിലോമീറ്റർ ദൂരത്തിലൊരു സ്റ്റീൽ ഭൂപത്തിൽ നിന്നും ടെലസ്കോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആറ്റബോംബ് കൂടെ പൊട്ടി. അയാൾ പഠിച്ച ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും തന്നെ വർണ്ണിക്കാനായി പറ്റിയത്. ഓപ്പൺ ഹ്യൂമർ ബെർലിനിലെ ഇൻഡോളജി ക്ലാസ്സിൽ ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട്. വർണ്ണിക്കാനോ പിന്നെ ഓപ്പൺ ചെയ്യുന്നതെന്നറിയാമോ? വിശ്വരൂപം കണ്ടപ്പോ അർജുനൻ ഭഗവത്ഗീതയുടെ 11ാം അധ്യായത്തിൽ ഭാഗമാണ് ഓപ്പണിംഗ് പറയുന്നത്. കോടി കോടി സൂര്യപ്രഭ എന്ന ശ്ലോകം തന്നെയാണ്. ഓപ്പണിംഗ് എന്ന സിനിമ നിങ്ങൾ അത് ടെലിവിഷൻ കണ്ടാൽ ഇപ്പോഴേ മനസ്സിലാക്കും. അതാണ് 3ാമത്തെ വിശ്വരൂപം. 4ാമത്തെ വിശ്വരൂപം ഭീഷ്മ മരണശിലേക്ക് കിടക്കാൻ. ഭീഷ്മ ഉത്തരായണ കാലത്ത് മാത്രമേ മരിക്കാറുള്ളൂ. അതുകൊണ്ട് ദക്ഷിണകാലത്ത് യുദ്ധം നടത്തിയത്. ഉത്തരായണം തുടങ്ങുന്നതാണ് മകരസംക്രാന്തി. നമ്മുടെ ശബരിമലയിൽ മകരസംക്രാന്തിക്കാണ് തെക്കോട്ട് പോയി സൂര്യൻ വടക്കോട്ട് തുടങ്ങുന്നത്. മകരസംക്രാന്തി രാവിലെ ഭഗവാൻ ഭീഷ്മടുത്തു. ഭഗവാനെ കണ്ടുടങ്ങിയ ഭീഷ്മ, എന്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെങ്കിൽ കണ്ടറിയാൻ കൃഷ്ണ എന്ന് പറഞ്ഞ് വിഷ്ണു സഹസ്രനാമസ്തോത്രം. വിജ്ഞാനം ഒരു പക്ഷേ ഒരു ദിവസം വിഷ്ണു സഹസ്രനാമസ്തോത്രം അന്ന് പുരാതന ക്ലാസ്സിലത്തേക്കത്. ഭഗവാൻ ആരാണെന്ന് 1000 പര്യാവതങ്ങളിൽ വർദ്ധിക്കാൻ. ഞങ്ങളുടെ ദൈവത്തിന് ഒരു പേരോ കേട്ടോ. യഹൂദന്മാർക്ക് യാവ്, ഞങ്ങൾക്ക് ക്രിസ്തു, മുസ്ലിംക്ക് അള്ളാഹു. ഇത് തന്നെയല്ല. പരമശിവന് ശിവസഹസ്രനാമം, വിഷ്ണു ഭഗവാൻ വിഷ്ണു സഹസ്രനാമം, ഭഗവതിക്ക് ലളിത സഹസ്രനാമം, സുബ്രഹ്മണ്യ സഹസ്രനാമം, ഗണപതി സഹസ്രനാമം, ഹനുമാൻ സഹസ്രനാമം, അയ്യപ്പ സഹസ്രനാമം, ഇങ്ങനെ പരിപാടി. അപ്പൊ 8ാം തീയതി പറഞ്ഞിരുന്നു വിഷ്ണു ഭഗവാന്റെ 1000 ഫോംസ്, 1000 കഴിയാതെ എന്തൊക്കെയാണ് അത് തീർന്നപ്പോ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണനെ നിങ്ങളുടെ ജീവിതം വല്ലാത്തൊരു പൂർണ്ണമായ ജീവിതമാണ്. പക്ഷെ നീ ആത്യന്തികമായിട്ട് ലോകം എന്നൊക്കെ അറിയാമോ? ഞാൻ കാണിച്ചു തരാം. ഭഗവാൻ കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു. അത് കണ്ടപ്പോൾ സന്തോഷത്തോടെ ജീവിതം പൂർണ്ണമാക്കി വിഷ്ണു പോകാൻ.